ദജ്ജാലിവിടെ വരുമ്പോൾ ആകെ 40 ഉണ്ടാവുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു ദിവസം ഒരു കൊല്ലയിക്കാരം തന്നു. അപ്പോൾ ഉടനെ സ്വാമികൾ ചോദിച്ചു, നബി അന്ന് ഞങ്ങൾക്ക് 5 വക്ത് ഉണ്ടാവുള്ളൂ ആ ദിവസം, അതോ എന്താ ചെയ്യേണ്ട? അപ്പോൾ സ്വാമികൾ ചോദിച്ചല്ലോ, ഒരൊറ്റ ദിവസം ഒരു കൊല്ലത്തിൻ്റെ അത്ര ഉണ്ടാവും, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിൻ്റെ അത്ര ഉണ്ടാവും, അങ്ങനെ പിന്നെ ഒരു ആഴ്ചൻ്റെ അത്ര ഉണ്ടാവും, പിന്നെ സാധാരണ ദിവസം പോലെയൊക്കെയാണ്. ഉടനെ സ്വാമികൾ ചോദിക്കുകയാണ്, ആ ഒരു കൊല്ലത്തിൻ്റെ അത്രയുള്ള ആ ഒരു ദിവസത്തിൽ 5 നിസ്കാരം 5 നേരം മതിയോ? തങ്ങൾ പറഞ്ഞൊരു കൊല്ലത്തെ നിസ്കാരം നിസ്കരിക്കേണ്ടി വരും, കണക്കൂട്ടിയാണ് നിസ്കരിക്കേണ്ടി വരും. ഞാൻ പറയണത് സ്വഹാബത്തിൻ്റെ ചോദ്യം ഉടനോടെ വന്നല്ലോ. കാരണം സ്വഹാബത്ത് അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇതിനു വേണ്ടി ഇബാദത്തെടുക്കാൻ വേണ്ടി. മറ്റൊക്കെ സെക്കൻഡാണ്, കരിച്ചവും പൊരിച്ചൊക്കെ സെക്കൻഡാണ്, നിസ്കാരമാണ് ഫസ്റ്റ്. അപ്പോൾ അതിന് പറ്റിയുള്ള ചോദ്യങ്ങളാണ് മുമിനിങ്ങൾക്ക് വരിക. ഒരു നെറ്റിമേൽ കഫറാന്നിങ്ങനെ മുമിനിങ്ങൾ കാണും, കാഫിരിങ്ങൾ കാണും. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഷഹീദ് ദജ്ജാലിലെത്തി ചെല്ലും. ദജ്ജാൽ ഇയാൾ കണ്ടപ്പോൾ ഇത് കാഫറാന്ന് മനസ്സിലായി, ഞാൻ വിശ്വസിക്കണില്ലായിരുന്നു. അപ്പോൾ ദജ്ജാൽ അവനെ 2 കണ്ടാക്കും. 2 കണ്ടം കണ്ടാക്കിയിട്ട് 2 കണ്ടം അങ്ങോട്ടും കൊണ്ടുകൊണ്ട് പറയും. പിന്നെ അങ്ങോട്ട് കൂട്ടിയിട്ട് അവിടെ ജീവിപ്പിച്ചിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പഠിച്ചവനാന്നുള്ളത് മനസ്സിലായിരുന്നു ദജ്ജാൽ. അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഏറ്റവും വലിയ കളറായപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി എന്ന് ആണ് അയാൾ പറയാം. പിന്നെ ആ മനുഷ്യനെ എങ്ങനെ കൊല്ലാൻ നോക്കിയാലും ദജ്ജാലിനോട് കൊല്ലാൻ കഴിയില്ല. ആ ആൾ ദജ്ജാലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയ കഥയാണ് ഹദീസിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ദുആ ചെയ്ത് നിർത്തുക അല്ലേ.